കൊൽക്കത്തയിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ ജോലി ചെയ്തിരുന്ന മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. യുവ ഡോക്ടറുടെ സുഹൃത്തുക്കളുടെയും ബാച്ച്മേറ്റുകളുടെയും മൊഴി CBI രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് CBI അന്വേഷിക്കുന്നുണ്ട്. അർജുൻ പീതാംബരൻ, നമസ്കാരം. ഈ യുവ ഡോക്ടർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് രാജ്യമെങ്ങും പ്രതിഷേധം നടക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ ഇന്ന് സംസ്ഥാനത്തും പ്രതിഷേധം ഉണ്ട്. ആ ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കുക എന്നതൊരു വളരെ അനിവാര്യമായ കാര്യമായിരിക്കുന്നു. ഇത് CBI ഏറ്റെടുത്തതോടുകൂടി ഇത് എളുപ്പത്തിലാകുമെന്നൊരു പ്രതീക്ഷ നമുക്ക് വയ്ക്കാമോ? മോത്തി, നിലവിൽ ഈ യുവതിയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ പ്രതിഷേധത്തിലുള്ള മറ്റ് ഡോക്ടർമാരും എല്ലാം തന്നെ ഈ ഒരു പ്രതീക്ഷ അന്വേഷണം ഒരുപക്ഷെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. CBI കേസ് ഏറ്റെടുത്തതിന് പിന്നാലെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ആശുപത്രി ഒരു കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമാണ്, അതിനെതിരെ പ്രതിഷേധിച്ചത് കൊണ്ടാണ് ഈ പെൺകുട്ടി യുവതി ഇങ്ങനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു ആരോപണം സുഹൃത്തുക്കളും മറ്റ് റെസിഡന്റ് ഡോക്ടർമാരും മാതാപിതാക്കളും എല്ലാം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഒരാൾക്കല്ല 3 പേർക്ക് ഈ കൂട്ടബലാത്സംഗമാണ്, അതിൽ 3 പേർക്ക് പങ്കുണ്ട് എന്നുള്ള മറ്റൊരു വലിയ ആരോപണം കൂടി മറ്റ് ഡോക്ടർമാരും അതുപോലെ തന്നെ മാതാപിതാക്കളും ഉന്നയിക്കുന്നുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് CBI. നിലവിൽ ഈ RG കാർ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട അന്വേഷണം നടക്കാൻ പോകുന്നത്. അതായത് ഈ കുറ്റകൃത്യങ്ങളെ കേന്ദ്രീകരിച്ചും മറ്റ് എന്തെങ്കിലും പ്രശ്നം ആ ആശുപത്രി കേന്ദ്രീകരിച്ച് ഈ കൊല്ലപ്പെട്ട യുവതിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയം നിലവിൽ CBIക്കുണ്ട്. അത് കേന്ദ്രീകരിച്ച് അന്വേഷിക്കാൻ വേണ്ടി ബാച്ച്മേറ്റുകളുടെയും സുഹൃത്തുക്കളുടെയും ഈ 31-കാരിയായിട്ട് യുവതിയുടെ മറ്റ് വ്യക്തിബന്ധങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷിച്ചും അവരുടെ മൊഴി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കും നടപടിയിലേക്കുമാണ് ഇപ്പോൾ CBI കടന്നിരിക്കുന്നത്. ഇന്നലെ ആശുപത്രിയിൽ തന്നെ ഏകദേശം 8 ഡോക്ടർമാരുടെ മൊഴി എടുത്തിരുന്നു. പല ജൂനിയർ ഡോക്ടർമാരും അതുപോലെ തന്നെ സീനിയർ ഡോക്ടർമാർ, റെസിഡന്റ് ഡോക്ടർമാരും, ഒപ്പം യുവതി പഠിച്ചിരുന്ന HOD, ആ ഡിപ്പാർട്ട്മെന്റിന്റെ HOD, അതുപോലെ തന്നെ ആശുപത്രിയുടെ വൈസ് പ്രിൻസിപ്പൽ, ഇത്രയും പേരുടെ മൊഴിയാണ് ഇന്നലെ എടുത്തിരുന്നത്. മാതാപിതാക്കളുടെയും മൊഴി എടുത്തിരുന്നു, സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എന്തായാലും CBI വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രി കേന്ദ്രീകരിച്ചും ഈ ജോലി സ്ഥലം കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ച് കുറ്റക്കാരെ, അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട്, ആ പങ്കുണ്ടെങ്കിൽ അത് ആരൊക്കെയാണ്, ഈ കൊലപാതകത്തിന് കാരണക്കാരായിട്ടുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് CBI കടക്കുന്നു. ഒപ്പം തന്നെ കസ്റ്റഡിയിലുള്ള ഈ